തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എഴുത്തുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നത് മിഥ്യാധാരണയാണെന്ന് പി സുരേന്ദ്രൻ. പൊന്നാനിയിൽ എം.എഫ്. റഹ്മാൻ രചിച്ച പറയാതെ വയ്യ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഴുത്തുകാർക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചെയ്യാനാകുമെന്നത് മിഥ്യാധാരണയാണെന്ന് പി സുരേന്ദ്രൻ. എം.എഫ്. റഹ്മാൻ രചിച്ച പറയാതെ വയ്യ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പം എഴുത്തുകാർക്ക് കുറച്ച് അഹങ്കാരമുണ്ട്. എന്താ അറിയോ, ഇവരൊക്കെ ഇങ്ങനെ 18 പേര് 20 പേരൊക്കെ ചേർന്ന് സ്ഥാനാർത്ഥിക്ക് ക്യാമ്പയിൻ നടത്തിയാൽ വിജയിച്ചു പോകും. അങ്ങനെ ക്യാമ്പയിൻ നടത്തിയിട്ട് 8 നില കയറി പൊട്ടിയത് നമ്മൾ കണ്ടു അല്ലേ. ഇന്ന് എഴുത്തുകാർ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ജയിപ്പിക്കാനുള്ള കൽപ്പ് എഴുത്തുകാരനില്ല എന്ന് എഴുത്തുകാർ മനസ്സിലാക്കി അവർക്ക് കൊള്ളാം. ഞാനത് എന്നേ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഈ ക്യാമ്പയിൻ ഒന്നും വരില്ല. അത് ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ധിഷണയുടെ ശബ്ദങ്ങളെ ആദരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എം.എഫ്. റഹ്മാൻ രചിച്ച പറയാതെ വയ്യ പുസ്തകത്തിന്റെ പ്രകാശനം പി സുരേന്ദ്രൻ കവി ഇബ്രാഹിം പൊന്നാനിക്ക് നൽകി നിർവഹിച്ചു. കവി ഇബ്രാഹിം പൊന്നാനി പുസ്തകം സ്വീകരിച്ചു. പ്രകാശന ചടങ്ങ് പൊന്നാനി നഗരസഭ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ ഉദ്ഘാടനം ചെയ്തു. ഹബീബ് സർഗം അധ്യക്ഷനായി. റഫീഖ് പുതുപ്പൊന്നാനി പുസ്തക പരിചയം നടത്തി. ചടങ്ങിൽ TK അഷ്റഫ്, യു മുനീബ്, താജ് ബക്കർ, ജസീസ് അലി, മൂസ K ഹസൻ, മണികണ്ഠൻ, അനസ് സർഗം തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ പൊന്നാനിയെ സംബന്ധിച്ച് നമ്മളെപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് വായന മരിക്കുന്നു എന്ന വിലാപങ്ങൾ. എന്നാൽ പൊന്നാനിയെ സംബന്ധിച്ച് നമ്മുടെ ഇവിടെ അധ്യക്ഷൻ സ്വാഗത പ്രസംഗത്തിലൊക്കെ പറഞ്ഞതുപോലെ പൊന്നാനിയുടെ എഴുത്തും വായനയും വലിയ രീതിയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എം.എഫ്. റഹ്മാൻ്റെ പുസ്തക പ്രകാശനം ഇവിടെ നടക്കുന്നത്. അതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിൽ രൂപപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമാണ് ഈ പുസ്തകം. മൂച്ചിക്കൽ ഫസൽ റഹ്മാൻ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ 20 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ നിന്ന് കണ്ടും കേട്ടും കൊണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും കൂട്ടിച്ചേർത്തെടുത്ത ചെറിയ ചെറിയ കുറിപ്പുകളാണ് ഈ പുസ്തകം. സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ പേടിയുള്ളൊരു കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അദ്ദേഹം ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. പ്രതികരിക്കേണ്ട ഒരു സമൂഹത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വടി പിടിച്ച് ചത്തുപോയ എന്ന് നമ്മൾ കരുതുന്ന ഒരുപാട് ആൾക്കൂട്ടങ്ങളുടെ ഇടയിലേക്കാണ് നമുക്ക് കടന്നു പോകേണ്ടത്. എന്തായാലും കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ, തൊണ്ടയിൽ കുടുങ്ങിയത് നിൻ്റെ ചങ്കാണെന്ന് തോന്നുന്നു എൻ്റെ 2 വരി കവിതയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പുസ്തകത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ളവരൊക്കെ ഇനി ഇവിടെ ബാക്കിയുണ്ട്. ഈ പുസ്തകം ഏറ്റുവാങ്ങാന്നുള്ളത് പ്രിയപ്പെട്ട സുരേന്ദ്രൻ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു മാസത്തിനകം, ഒരു 3 ആഴ്ചക്കുള്ളിൽ ഇത് 2ാമത്തെ പുസ്തകമാണ്. ഒരുപക്ഷെ എൻ്റെ നിയോഗം ഈ ഏറ്റുവാങ്ങാന്നുള്ളതായിരിക്കും. നല്ലതാവട്ടെ, പുസ്തകം ഏറ്റുവാങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഫസൽ റഹ്മാൻ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് വിനയപൂർവ്വം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ചെറിയ തോടായി നിൽക്കാൻ MFRന് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായി തോന്നുന്നത്. ഒരു അധ്യാപകൻ എന്ന നിലക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂളിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, MDMA പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കുട്ടികൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതിലുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ലൈബ്രറിയാണ്, പുസ്തകമാണ്. പുസ്തകത്തിലേക്ക് അധ്യാപകർ നിർബന്ധപൂർവം അവർക്ക് രസിക്കുന്ന രീതിയിൽ അവരെ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ ഈ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന മാരകമായ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധിയായും ഒറ്റമൂലിയായും പുസ്തകങ്ങളെ, ലൈബ്രറിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവുണ്ടാക്കുന്ന ഒരു സദസ്സായി, ഒരു കൂട്ടായ്മയായി നമുക്കിത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച്
ധൈര്യമായിട്ട് ഏത് ടാപ്പിൽ നിന്നും നിങ്ങൾക്ക് അണുമുക്തമായ വെള്ളം ഇതുപോലെ കുടിക്കാം. GCAT-ൻ്റെ ഒരു പുതിയ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ അത് വിവരിച്ചു തരാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ മറ്റ് ട്രക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം വളരെ അനിവാര്യമാണ്. ആ വെള്ളത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ ബോട്ടിൽ മാത്രം കയ്യിലുണ്ടായാൽ മതി. നിങ്ങൾക്ക് എവിടെയൊന്നും വെള്ളം ഇത് തുറക്കുക, വെള്ളം എടുക്കുക, വെള്ളം നിറക്കുക, ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും. കുടിച്ചു കഴിഞ്ഞാൽ ഇത് കൂട്ടി വെക്കാം. ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡായിട്ടും കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും.